ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഹൈഹർ ഹൈ ഹൈഹർ ലോ. ഓക്കെ, ഹൈഹർ ഹൈ, ലോവർ ഹൈ, ലോവർ ലോ, ഹയർ ഹൈ, ഹൈഹർ ലോ. ഓക്കെ, അപ്പം ഈ രണ്ട് രീതിയാണ് നമുക്ക് മാർക്കറ്റ് മെയിനായിട്ട് ഈ രീതിയിലേ പോകത്തുള്ളൂ. ലോകത്തുള്ള ഏത് ചാർട്ടിൽ നോക്കിയാലും ഈ രീതിയിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എങ്ങനെ മൂവ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് മാർക്കറ്റ് ഇപ്പം ഒരു സെല്ലിംഗ് പ്രഷറിലാണ് മാർക്കറ്റ് കിടക്കുന്നതെങ്കിൽ നിലവിൽ ഒരു ഹൈ വെച്ച് ലോ വെച്ച് പിന്നെ ഒരു ലോ വെച്ച് പിന്നെ ഒരു ഹൈ വെച്ച് പിന്നെ ഒരു ലോ വെച്ച് പിന്നെ ഒരു ഹൈ വെച്ച് ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത് അല്ലേ. അതായത് ഹൈ വെക്കുന്നു, പിന്നെ ലോ വെക്കുന്നു, പിന്നെ ഒരു ഹൈ വെക്കുന്നു, പിന്നെ ലോ വെക്കുന്നു, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഡൗൺ ആയിട്ടുള്ള മാർക്കറ്റ്, ഡൗൺ ട്രെൻഡായിട്ട് കിടക്കുന്ന മാർക്കറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പം ഹൈഹർ ഹൈ ഹൈഹർ ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് അപ് ട്രെൻഡായിട്ട് നടക്കുന്ന മാർക്കറ്റ് എങ്ങനെയാണ് അപ് ട്രെൻഡിലോട്ട് പോകുന്ന മാർക്കറ്റ് എപ്പോഴും പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ അതിനകത്ത് ലോവർ ഹൈ ലോവർ ലോ ഹയർ ഹൈ ഹയർ ലോ. അപ്പം ഇതിനകത്ത് ഹൈ എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, ഈ ഒരു ഹൈ വെക്കും, ഹൈ വെച്ചാണ് പോകുന്നത്. ലോ എന്ന് പറയുമ്പം ഈ ഒരു ഏരിയ ആണ്, ഇത് ലോ, ഈ ഒരു ഭാഗം ലോ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മാർക്കറ്റ്, രണ്ട് രീതിയിലാണ് മാർക്കറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത്. ഓക്കെ, ഈ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കും, അപ് ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും സഞ്ചരിച്ച് പോകുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഒന്ന് വരച്ച് അല്ലാതെ കാണിക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം ഇത്രയും ഹൈ വെച്ച് ലോ വെച്ച് ഇങ്ങനെയും കയറി പോകാം. അത് മാർക്കറ്റ് എത്രത്തോളം ബൈയും പ്രഷർ ഉണ്ട് അതിനനുസരിച്ചിരിക്കും ഈ മൂവ്മെൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടുന്ന് എങ്ങനെ ഇത് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പം നോക്കുന്നത്. എങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യാം, മാർക്കറ്റ് ഈ രീതിയിൽ പോകുമ്പോൾ എങ്ങനെ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ ഒരു ഹോറിസോണ്ടൽ ലൈൻ നമുക്ക് വരച്ചു നോക്കാം. ഇപ്പം കണ്ടേ, ഇപ്പം മാർക്കറ്റ് മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വരിക. അപ്പം നമ്മളിതാ ഇവിടെ ഒരു ഹൈ, ഈ ഒരു ഹൈ, അതായത് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു ഹൈ, ഇതൊരു ഹൈ ആണ്, ഇതൊരു ഹൈ ആണ്, ഇതൊരു ഹൈ ആണ് അല്ലേ. ഇത് മൂന്നും ഹൈ ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇങ്ങനെ ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് എടുക്കുന്നത്, അതായത് അവസാനത്തെ ഹൈ വരുമ്പോൾ, അവസാനത്തെ ഹൈ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ഹൈ വെച്ചിട്ട് ഈ ഒരു ഹൈയിലോട്ട് വരുമ്പം മാത്രം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളു. അതായത് സെല്ലിങ്, അതായത് നമുക്ക് ഡൗണിലോട്ട് പോകുന്ന മാർക്കറ്റ് എപ്പോഴും നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും സെല്ലിയാണ് നമ്മൾ നോക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ അവസാനത്തെ ഹൈ എവിടാണോ, ഇപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഈ ഒരു ഏരിയയിൽ അവസാനത്തെ ഹൈയിലോട്ട് എപ്പോൾ മാർക്കറ്റ് വരുന്നോ അപ്പോൾ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ മാർക്കറ്റ് നമുക്ക് ഇപ്പം ഇവിടുന്ന് ഈ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ മാത്രം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വരികയാണെങ്കിൽ, അതായത് അവസാനത്തെ ഹൈ ഇതാണ്, അവസാനത്തെ ഹൈയിലോട്ട് വരുമ്പോൾ മാത്രം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവൂ. അതായത് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ, ഇനി എപ്പോൾ നമ്മൾ എൻട്രി എടുത്താലും ഈ ഒരു ഹൈക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോയാലും മാർക്കറ്റ് പിന്നെ അപ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. അത് 1 ഹവറിൽ, ഇപ്പം 5 മിനിറ്റ് നമ്മൾ നോക്കണം, 1 ഹവറിൽ നോക്കിയാലും ഇപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയാലും ഏത് ടൈം ഫ്രെയിമിൽ നോക്കിയാലും നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പം അവസാനത്തെ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ്. അവസാനത്തെ ഹൈക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇത് ചാർട്ട് നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ കണ്ട ഈ ഒരു ഏരിയ ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരച്ച് നോക്കുമ്പോഴത്തേക്ക്
ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ, ഈ അവസാനത്തെ ഹൈയിലോട്ട് വരുമ്പോൾ മാത്രം എൻട്രി പ്ലാൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഹൈ കട്ട് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഇനി മേളിലോട്ട് പോകത്തുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു റെഡ് ക്യാൻഡിൽ അല്ല ഗ്രീൻ ക്യാൻഡിൽ മേളിലോട്ട് ക്ലോത്ത് വെക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അവിടെ നല്ലൊരു ബയ്യും പ്രഷർ കാണിച്ചാൽ മാത്രമേ മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് മേപ്പോട്ട് പോകത്തുള്ളൂ. അപ്പം ഈ ഒരു അവസാനത്തെ ഈ ഹൈ ആണ്, അതല്ലെങ്കിൽ അവസാനത്തെ ഈ റെസിസ്റ്റൻസ് ഏരിയ, അവസാനത്തെ ഹൈക്ക് മേളിലോട്ട് പോയാൽ മാർക്കറ്റ് എപ്പോഴും മേളിലോട്ട് എത്തുള്ളൂ. ഈ ഒരു ഏരിയയിൽ ഈ ഏരിയ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഈ ഒരു ഏരിയയിൽ നോക്കണം. ഓക്കെ, ഈ ഒരു ഏരിയ പ്ലാൻ ചെയ്യുക. ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവസാനത്തെ ഹൈ എന്നാണ് ഇതാ. അപ്പം ഈ ഈ പറയുന്ന പോലെ ലോയി നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഹൈക്ക് വരുമ്പോഴേ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് മേളിലോട്ട് പോയാലും മാർക്കറ്റ് മേപ്പോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഈ ലോ ഉണ്ടല്ലോ, ഈ ലോയിൽ വന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് ഈ ഒരു ലോയിലും വന്നിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം അത് ഇവിടെയും ആക്ട് ചെയ്തിട്ട് താഴോട്ട് വരാം, മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ലോവർ ഹൈ ലോവർ ലോ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ അവസാനത്തെ ഹൈ എവിടെ ആണോ, ഇപ്പോൾ ഈ ഒരു ഏരിയയാണ് ഹൈക്ക് അവിടെ വരുമ്പോൾ മാത്രമേ എൻട്രി പ്ലാൻ ചെയ്യാൻ നോക്കാവൂ. മനസ്സിലായില്ലേ? അവസാനത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നേരത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലോവർ ഹൈ ലോവർ ലോ നമുക്ക് 1 അവർ നോക്കിയാലും ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയാലും എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പം ലോവർ ഹൈ ലോവർ ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഹൈഹർ ലോ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇപ്പം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വരച്ചിടുകയാണ്. ഇപ്പം മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ലോ, ഈ ഒരു ലോയി വരുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഈ ഒരു ലോയി വരുമ്പോൾ മാത്രമാണ് ബൈയിങ് നമ്മൾ നോക്കാവൂ. മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹൈ വെച്ച് ലോ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് വരുമ്പം ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെയും സാധ്യത ഉണ്ട്. പക്ഷേ ഈ ഒരു ലോയ്ക്ക് താഴെ പോയാലേ മാർക്കറ്റ് പോകത്തുള്ളൂ. അതായത് ഈ ഒരു ലോയ്ക്ക് താഴോട്ട് പോയാൽ മാർക്കറ്റ് താഴോട്ട് പോകത്തുള്ളൂ. അതായത് മാർക്കറ്റ് ഹൈ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണല്ലോ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയത്. അപ്പം ഈ ഒരു ഏരിയ ആയിരിക്കും നമുക്ക് ബൈയിങ്ങിലോട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാനുള്ള ഏരിയ. ഈ ഒരു ഏരിയക്ക് താഴെ പോയാലേ മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ. അപ്പം നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുമ്പം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ ഒരു ലോ വെച്ചിട്ട് ഹൈ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴും അത് ക്യാൻഡിൻ്റെ സ്ട്രെങ്തും എത്രത്തോളം ബൈയേഴ്സ് സ്ട്രോങ് ആണ് അല്ലെങ്കിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അവിടെ ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവസാനത്തെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരു ഹൈ വെച്ച ഏരിയ ആണ് അല്ലേ. ഹൈ വെച്ചിട്ടാണ് ഈ ഒരു ഹൈക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം അത് സ്ട്രെങ്ത് നോക്കിയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാവൂ. അതായത് ഈ അവസാനത്തെ ലോയി വരുമ്പം ലോയ്ക്ക് താഴെ പോയാലും മാർക്കറ്റും താഴോട്ട് പോകത്തുള്ളൂ. അതെപ്പോഴും മാർക്കറ്റ് അങ്ങനെ സഞ്ചരിക്കത്തുള്ളൂ. ഈ ഒരു ഏരിയക്ക് ഇവിടുന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ പോകണമെങ്കിൽ ഈ ഒരു ലോ ഇല്ലേ, അതായത് ഈ ഒരു ഏരിയക്ക് താഴെ പോയാൽ മാർക്കറ്റ് പിന്നെ പോകത്തുള്ളൂ. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം പിന്നെ ഉള്ളൊരു ലോ എന്ന് പറഞ്ഞാൽ ഏതാണ്? പിന്നൊരു ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോയാണ്. മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ പിന്നെ ഒരു ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയക്ക് താഴെ പോയാൽ മാർക്കറ്റ് പിന്നെ അങ്ങോട്ട് താഴോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ.
എപ്പോഴും നമ്മൾ അപ്പം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കണം, 1 അവറിൽ നോക്കണം, ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കണം, വീക്ക്ലി ടൈം ഫ്രെയിമിൽ. അപ്പം അതിൽ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്ന് പറയുന്നത് 1 അവറിലും 5 മിനിറ്റുമാണ്. അത് രണ്ടുമാണ് കറക്റ്റായിട്ട് നമുക്ക് ഒരു കൺഫർമേഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, ഈ എൻട്രി എടുക്കുമ്പോഴും എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ എടുക്കുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോൾ എല്ലാം. അപ്പോൾ നമുക്ക് അതൊന്ന് ചാർട്ടിലോട്ട് എങ്ങനെ പോവാം, ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ അത് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു ചാർട്ട് കാണുമ്പോൾ അതിൽ വരച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെ നമ്മൾ പറയുന്ന രീതിയിലാണോ മാർക്കറ്റ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം അത് ഒരേ ഏരിയയിൽ നമ്മളിങ്ങനെ വരച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം തന്നെ മാർക്കറ്റ് നമുക്ക് ഈ ഒരു ഏരിയ തന്നെ നോക്കാം. മാർക്കറ്റ് എപ്പോൾ അത് കണക്കാണ് എല്ലായിടത്തും പോകുന്നതുകൊണ്ട് ഈ ഒരു ഹൈ വെച്ച് പിന്നെ ലോ വെച്ച് പിന്നെ ഒരു ഹൈ വെച്ച് പിന്നെ ഒരു ലോ വെച്ച് പിന്നെ ഒരു ഹൈ വെച്ച് പിന്നെ ലോ വെച്ച്. അപ്പം ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ലോ വെച്ചിട്ട് ഹൈ വെച്ച് പിന്നെ ലോ വെച്ച്, അപ്പം മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, ഈ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിലോട്ട്, അത് അവസാനത്തെ ഹൈക്ക് മുകളിലോട്ട് പോയാലേ മാർക്കറ്റ് മേപ്പോട്ട് പോകത്തുള്ളൂ. അപ്പം മാർക്കറ്റ് ഇവിടെ എന്താണ് സംഭവിച്ചത്, ഈ ഒരു ലോ വെച്ച് ഹൈ വെച്ചപ്പോഴത്തേക്ക് മാർക്കറ്റിന് അവിടെ സ്ട്രെങ്ത് കുറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് ഓൾറെഡി മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ആ ഓപ്പണിംഗ് ക്യാൻഡിൽ നല്ലൊരു ബൈയും സെല്ലിംഗ് പ്രഷറിലാണെങ്കിൽ പോലും ഇതിന് മുകളിലോട്ടാണ് സെല്ലിംഗ് പ്രഷർ കാണിച്ചത്. ഓക്കെ, അപ്പം ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് വന്നത് കൊണ്ടാണ് മാർക്കറ്റ് പിന്നെയും കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണിച്ചത്. മനസ്സിലായി? അപ്പം അത് ഓരോ ഏരിയയിൽ നമ്മൾ വരച്ച് നോക്കുമ്പോൾ അറിയത്തുള്ളൂ. നമ്മളിപ്പം ഹൈഹർ ലോ മാത്രം അത് മാത്രം നമ്മൾ വരച്ച് നോക്കുന്നത്. ഈ ഒരു ഏരിയയിലെല്ലാം ഇങ്ങനെ തന്നെ സംഭവിച്ചേക്കുന്നത്. അത് വരച്ച് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. അതാണ്ട് ഇപ്പം ഒരു ലോ വെച്ച് പിന്നെ ഒരു ഹൈ വെച്ച് പിന്നെ ലോ വെച്ച്, അപ്പം ഈ ഒരു ലോയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ വേണ്ട, ഇങ്ങനെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ പോകത്തുള്ളൂ. അപ്പം ഈ ഒരു ലോയ്ക്ക് താഴെ എപ്പം വരുന്നോ വേണ്ട, ഈ ഒരു ലോയ്ക്ക് താഴെ എപ്പം വരുന്നോ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലായോ? ഇപ്പം ഇതിങ്ങനെ ഹൈ വെച്ച് പോവുമായിരുന്നില്ലേ, ഒരു ഹൈ വെച്ച് ലോ വെച്ച് ഇങ്ങനെ പോവുമായിരുന്നു, ഹൈ വെച്ച് ലോ വെച്ച് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചതെന്ന്, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും തമ്മിലുള്ള ഗ്യാപ്പ്, അതാണ്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഇങ്ങനെ ഗ്യാപ്പ് കൂടി കൂടി വരുന്ന, അല്ല ഗ്യാപ്പ് ഇങ്ങനെ കൂടിയിട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു. കണ്ടല്ലേ, ഇവിടുന്ന് ലോ വെച്ചിട്ട് പിന്നെ ഒരു ലോ വെച്ച് എവിടെ ആയിരുന്നു, ഇവിടെ ആണ്, പിന്നെ അവിടുന്ന് അടുക്കാറായി ഇല്ലേ, ഈ ഒരു ലോയ്ക്ക് അവിടം വരെ മാർക്കറ്റ് വരികയും ചെയ്തു. പിന്നെ മാർക്കറ്റിന് ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഒരു വലിയൊരു ഏരിയയിൽ നിന്ന് വരച്ച് കാണിക്കാം, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് അങ്ങോട്ട് ഹൈക്ക് മേപ്പോട്ട് പോകാൻ മാർക്കറ്റ് വരുന്നില്ല. ഈ ഹൈക്ക് മേപ്പോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഈ ഹൈക്ക് മുകളിലോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ റെസിസ്റ്റൻസ് ഏരിയ വരുമ്പോൾ എല്ലാം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കാണുന്ന എല്ലാം റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, കണ്ടാ? അപ്പം ഈ ഒരു ഹൈക്ക് എല്ലാം മുകളിലോട്ട് പോയാലേ മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പം ഈ ഒരു ഏരിയയിൽ ഈ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ പോയപ്പോൾ ലോ വെച്ച് പോയപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എല്ലാം ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അല്ല ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാം ചെറിയ ചെറിയ എൻട്രി നമുക്ക് നോക്കാവുന്നത്. അതായത് നമുക്ക് ഹൈ വെച്ച് പോകുമ്പോൾ ഈ ഹൈക്ക് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മാർക്കറ്റ് പിന്നെയും താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഹൈയർ ഹൈ ലോവർ ലോ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ലോവർ ഹൈയിലോട്ട് വരുമ്പോൾ എന്താണ് മാർക്കറ്റ് സംഭവിച്ചതെന്ന് അറിയാമോ? ഇപ്പോൾ ഇതായിരുന്നു അവസാനത്തെ ലോ എന്ന് പറയുന്നത്, ഇതായിരുന്നു അവസാനത്തെ ലോ. ഈ അവസാനത്തെ ലോയ്ക്ക് താഴെ വന്നപ്പോൾ, ഈ ഒരു ലോയ്ക്ക് താഴെ വന്നപ്പോൾ മാർക്കറ്റിന് മേപ്പോട്ട് എന്തായാലും പോകാനുള്ള സാധ്യത കുറഞ്ഞു വന്നു. കാര്യം എല്ലാ ഏരിയയിലും ഇപ്പം 5 മിനിറ്റാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇതിന് താഴോട്ട് വന്നപ്പോൾ ഇതിന് താഴെ വന്നപ്പോൾ കണ്ട ഈ ഒരു ഏരിയ ഇതിന് താഴെ മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ, അതായത് ഈ ഒരു ഹൈയിലോട്ട് മാർക്കറ്റ് വന്നപ്പം അതെന്തായാലും മുകളിലോട്ട് പോകത്തില്ല. കാര്യം എന്താണ്, ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ല, അവസാനത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് വന്നാൽ പിന്നെ താഴോട്ടെ മാർക്കറ്റ് പോകത്തുള്ളൂ. അവസാനത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് വന്ന് അവിടുന്ന് സ്ട്രെങ്ത് താഴോട്ട് കാണിച്ചു. അതുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ഹൈക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് മൂവ്മെൻറ്റ് നടത്തിയത്. അപ്പം ഇവിടുന്ന് വരുമ്പം ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനിപ്പം വരച്ച് കാണിച്ചു തന്നത് ഹൈഹർ ലോ ആണ്. ഈ ഒരു ഇത് കാണിച്ചു തന്ന ഹൈഹർ ലോ ആണ്. ലോവർ ലോ ആണ് ഞാനിപ്പം വരച്ച് കാണിച്ചത് അടുത്ത്. ഇപ്പം ഇവിടുന്ന് വരുമ്പോൾ ഇവിടുന്ന് ഹൈഹർ ലോ വരുന്നുണ്ട് മാർക്കറ്റ്. ഈ ഒരു ഏരിയയിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം, അപ്പം മനസ്സിലാവും. ഇത് ഞാൻ കറക്റ്റായിട്ടൊന്ന് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് കണ്ട മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ ഒരു ലോ വെച്ച് ഹൈ വെച്ച് ലോ വെച്ച്. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്നുണ്ട്. ഡൂപ്പ് ക്യാൻഡിലുണ്ട് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്യാൻഡിലാണ്. അത് ഞാൻ പിന്നെ പഠിപ്പിക്കുന്ന പിന്നെ ഒരു ഏരിയ വരുമ്പോൾ പറഞ്ഞുതരാം. കാര്യം ഈ ഒരു ലോ ഉണ്ട്, അല്ല ഈ ഒരു ഹൈ ഉണ്ട്. ഈ ഹൈക്ക് മുകളിലോട്ട് മാർക്കറ്റ് ഇപ്പം താഴോട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ ലോ വെച്ച് ഹൈ വെച്ച് ഇങ്ങനെ ഇവിടെ ഒരു അവസാനത്തെ ലോ വെച്ച് ഈ ഒരു ഹൈ വരെ മാർക്കറ്റിന് പോകാൻ സാധിച്ചു. അതായത് ഈ ഒരു ഏരിയ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഏരിയയിലോട്ട് പോകാൻ സാധിച്ചു. ഓക്കെ, കണ്ട. അപ്പം അവസാനത്തെ ഹൈയെ കട്ട് ചെയ്യാൻ, അതായത് അവസാനത്തെ ഹൈക്ക് മുകളിലോട്ട് മാർക്കറ്റിന് വരാൻ, അതായത് ഈ ഒരു ഏരിയയിലോട്ട് വരാൻ മാർക്കറ്റിന് സാധിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും മാർക്കറ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടം വരെ വരത്തുള്ളൂ. ഇങ്ങനെ താഴോട്ട് പോരണ്ടേ മാർക്കറ്റ് അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു ഹൈ വെച്ചിട്ട് ഇങ്ങനെ പോകണ്ടേ അല്ലേ. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്, അതൊന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പം മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ഓക്കെ, ഈ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് പിന്നെയും വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ഇങ്ങനെ ഗ്യാപ്പിട്ട് ഹൈ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അവസാനത്തെ ഹൈ വരെ വന്ന്, ഓക്കെ, അവസാനത്തെ ഹൈ വരെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ലോവർ ലോ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ഇവിടെ ഹൈ വെച്ച് ലോ വെച്ച് ഹൈ വെച്ച് ലോ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഈ ഒരു അവസാനത്തെ ഹൈ വരെ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കുന്നത്, അവിടെ ബൈയിങ് പ്രഷർ ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ വരുമ്പോൾ എല്ലാം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് താഴോട്ട് വന്നിട്ടാണ് ഒരു ബൈയിങ് പ്രഷർ കാണിച്ചത്. അപ്പം നമ്മൾ ആലോചിച്ചിട്ട് വേണം എൻട്രി എടുക്കാൻ. അപ്പം ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഹൈക്ക് മുകളിലോട്ട് പോകണം. ഈ ഒരു ഹൈക്ക് മുകളിലോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റിന് മുകളിലോട്ട് പോകൂ. ഈ ഒരു ഏരിയ വരെ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതും വലിയൊരു ഇവിടെ ഏരിയ നല്ലൊരു മൂവ്മെൻറ്റ് ഉള്ളൊരു ഏരിയയാണ്. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെച്ച് ഉണ്ട് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടും മാർക്കറ്റ് ഇങ്ങോട്ട് വരാം. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്നാണ് ഇവിടെ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് വന്നത്. അപ്പം ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് പിന്നെയും താഴോട്ട് വരാം. അതെല്ലാം ഈ ഒരു ഏരിയയിലെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ. അത് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വരച്ച് കാണിക്കുമ്പോഴാണ് ഇപ്പം ഈ ഒരു ഏരിയയിലെല്ലാം ഇപ്പം നമുക്ക് 5 മിനിറ്റിലാണ് മാർക്കറ്റ് ഇപ്പം നിലവിലുള്ളത്. അത് ടൈം ഫ്രെയിം 5 മിനിറ്റാണ്. ഇപ്പം 1 അവർ നോക്കാം. 1 അവറിൽ നോക്കുമ്പോഴും എല്ലാം ഇത് തന്നെ കാണാൻ സാധിക്കുന്നത്. 1 അവർ നോക്കുമ്പോഴും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ വരച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതാ കണ്ട, ഈ ഒരു ലോ വെച്ച് ഹൈ വെച്ച് ലോ വെച്ച്
ഹൈ വെച്ച് ലോ വെച്ച് കണ്ട മാർക്കറ്റ് പോകുന്ന രീതി നമ്മളെപ്പോഴും മനസ്സിലാക്കണം. എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നു എന്നുള്ളത്. ലോ വെച്ച് ഹൈ വെച്ച് ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയക്ക് താഴെ വന്നാൽ മാത്രമേ, അതായത് ഈ ഒരു ഏരിയക്ക് താഴെ വന്നാൽ മാത്രമേ മാർക്കറ്റ് പിന്നെ താഴോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഉണ്ട്. അപ്പം ഈ ഇതെല്ലാം ഒരു ലോ ആണ്. ഈ ലോയ്ക്ക് താഴെ വന്നാൽ മാർക്കറ്റ് വരത്തില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ലോയിലെല്ലാം വരുമ്പോൾ മാർക്കറ്റ്, ഞാനത് അങ്ങോട്ട് വരുമ്പം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് കണ്ട ഈ ഒരു ഏരിയ വരുമ്പോൾ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം ഈ ഒരു ഏരിയ വരുമ്പോൾ. കാരണം അവസാനത്തെ ലോ എന്ന് പറയുന്ന അവസാനത്തെ മേളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതൊരു ലോ ആണ്. ഇവിടെ വരുമ്പോൾ എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയ ഇവിടെ വരുമ്പോഴും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ,